ഹായ് എവരി വൺ, മഞ്ജേഷ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തത് സെൻറ്റൻസ്, അതിൻ്റെ 4 ടൈപ്സ്, അത് എക്സ്പ്ലനേഷനാണ് നമ്മൾ എടുത്തത്. ഇന്നിപ്പോൾ നമ്മൾ വരാൻ വേണ്ടി പോകുന്നത്, ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, +2 കേരള സിലബസ് ഇംഗ്ലീഷ് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ് എടുത്ത് തരണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നതിലെ വിമൺ എംപവർമെൻറ്റ് എന്ന് പറയുന്ന ഒരു റൈറ്റപ്പാണ്, ഒരു 5 പോയിൻ്റുള്ള ഒരു റൈറ്റപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ. +2 പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും, ഒരുപാട് അറിയുന്ന മക്കളുണ്ടായിരിക്കും, അവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരെ കൊണ്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റ് ഈസ് എ ഗ്രേറ്റ് നീഡ് ഇൻ അവർ സൊസൈറ്റി. എന്ന് വെച്ചാൽ സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അതാണ് വിമൻ എംപവർമെൻറ്റ് ഈസ് എ ഗ്രേറ്റ് നീഡ് ഇൻ അവർ സൊസൈറ്റി. രണ്ടാമത്തെ പോയിൻ്റ് എന്താ? വിമൻ ക്യാൻ ബി എംപവേർഡ് ബൈ ഗിവിങ് ദം എഡ്യൂക്കേഷൻ. അപ്പോൾ ഒരു സ്ത്രീ എങ്ങനെയാണ് ശാക്തീകരിക്കുക? അവർക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴാണ്, വിദ്യാഭ്യാസം നൽകുമ്പോഴാണ് ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നത്, ശാക്തീകരിക്കുന്നത്, ഒരു സ്ത്രീ ശക്തി പ്രാപിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിലൂടെ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം? മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? ത്രൂ എഡ്യൂക്കേഷൻ, നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ വിമൻ ക്യാൻ ഗോ ഫോർ ലേബർ ഓർ വർക്ക്. അവർക്ക് എന്തിന് ജോലിക്ക് പോകാൻ വേണ്ടി സാധിക്കും. എഡ്യൂക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തിന് പോകാൻ വേണ്ടി സാധിക്കും? ജോലിക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. ലാസ്റ്റ് എന്താണ്? ആൻഡ് ഫൈനലി ദ ബിക്കം ലീഡേഴ്സ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായിട്ട് മാറി? വലിയ നായികമാരായിട്ട് മാറി, ലീഡേഴ്സായിട്ട് മാറി. എന്താ പറയുന്നത്? കോൺഫിഡൻറ്റ് വിമൻ ആർ ഓൾവേസ് ആൻ അസറ്റ് ടു ദ സൊസൈറ്റി. നല്ല ആത്മവിശ്വാസമുള്ള സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും എന്താണ്? ഒരു സ്വത്താണ്, ഒരു അസറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ 3 L's ഓഫ് എംപവർമെൻറ്റിൽ പറയുന്നൊരു കാര്യമാണ്. എന്താ പറയുന്നത്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വുമൻ എംപവർമെൻറ്റ് പഠിച്ചത്. എന്ന് വെച്ചാൽ വുമൻ എംപവർമെൻറ്റ് ഈസ് എ ഗ്രേറ്റ് നീഡ് ഇൻ അവർ സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. വിമൻ ക്യാൻ ബി എംപവേർഡ് ബൈ ഗിവിങ് ദം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ത്രൂ എഡ്യൂക്കേഷൻ വിമൻ ക്യാൻ ഗോ ഫോർ ലേബർ ഓർ വർക്ക്. എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തിനു പോകാം? ഈ പറയുന്ന ജോലിക്ക് പോകാം. അവസാനം അവരെന്തായിട്ട് മാറി? ആൻഡ് ഫൈനലി ദ ബിക്കം ലീഡേഴ്സ്, അതായിട്ട് മാറി. പിന്നെ അതേപോലെ തന്നെ ആത്മവിശ്വാസമുള്ള സ്ത്രീകൾ, കോൺഫിഡൻറ്റ് വിമൻ ആർ ഓൾവേസ് ആൻ അസറ്റ് ടു ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്താണ്? എപ്പോഴും ഒരു സ്വത്താണ്, ഒരു സമ്പത്താണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹായ് ഓൾ. എടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളുണ്ടാവാം, ചിലപ്പോൾ അന്തരീക്ഷത്തിൽ പല ശബ്ദങ്ങളും വേറെ കേട്ടിരിക്കാം. എന്നാലും ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്രദമായ അയക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.